ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വിഷു ഒക്കെ പ്രമാണിച്ചിട്ട് നൈനാസ് കളക്ഷൻ പോലെ തന്നെ ജ്വല്ലറിയിലും ഒരു മാളവിക കളക്ഷൻസ് ഒക്കെ അവർ പ്ലാൻ ചെയ്യാണ്. അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വിടുന്നുണ്ട് കേട്ടോ. നാളെ നയന ഡിസൈൻ ചെയ്ത് കൊടുത്ത ആ ഡിസൈനുകളെല്ലാം ഓർണമെൻറ്റ്സ് ആക്കിയതാണ് അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണിക്കുന്നത്. ആ രീതിയിൽ വളരെ നല്ല ഡിസൈനുകളൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജ്വല്ലറി. മാളവികയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേട്ടോ അവരിതൊക്കെ ചെയ്യുന്നത്. അതേസമയം നയനയെ മുന്നിൽ കണ്ട അനന്തപുരിയിലെ മൂർത്തീസ് ജ്വല്ലറിയും പുതിയ ഡിസൈനുകൾ ഇറക്കുകയാണ്. നയനയും മാളവികയും കൂടെ ഒത്തുചേർന്ന് ജ്വല്ലറിയുടെ മാളവിക കളക്ഷൻസ് പൊട്ടിച്ച കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു തകർച്ച താങ്ങാൻ പറ്റാതെ വരികയാണ് നമ്മുടെ നാഗേന്ദ്രയ്ക്കും അവന്തികയ്ക്കും ഒക്കെ. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് അവർക്കത് മനസ്സിലാവുന്നുമില്ല. എന്നാൽ മാളവികയും അതുപോലെ നയനയും കൂടെ ഒത്തുചേർന്ന് അങ്ങനെ ഒരു പണി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി വിളിക്കുന്നുണ്ട് കേട്ടോ നയനെ. എന്നിട്ട് ദേവയാനി പറയാണ് നയനയോട്, നയനമോളെ, നീ ഒരു കാര്യം അറിഞ്ഞോ? ജ്വല്ലറിക്കാർ മാളവിക കളക്ഷൻസ് എന്ന് പറയുന്ന പേരിൽ പുതിയൊരു കളക്ഷൻ ഇറക്കുന്നുണ്ട്. വിഷു പ്രമാണിച്ചാണ് അവരത് ചെയ്യുന്നത്. ഇവിടെ ഇതിപ്പം ഭയങ്കര ചർച്ചയായിരിക്കുകയാണ്. ജലജയാണെങ്കിൽ ആ പരസ്യം കൊണ്ടുവന്ന് മുത്തശ്ശിയെയും എന്നെയും എല്ലാവരെയും കാണിച്ച് അങ്ങ് അഹങ്കരിക്കുകയാണ്. അവളുടെ മരുമോള് ജ്വല്ലറിയുടെ മോഡലല്ലേ, അതിൻ്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ട്. മാത്രമല്ല മൂർത്തീസ് ജ്വല്ലറി തകരുന്നതിൻ്റെ സന്തോഷമുണ്ട്. ജലജ പറയുന്നത് ഇത് നല്ല ഡിസൈനുകളാണ്, അതുകൊണ്ട് ഈ പ്രാവശ്യം മൂർത്തീസ് ജ്വല്ലറിയെ തകർത്ത് ഈ വിഷുവിന് ജ്വല്ലറി 1ാം സ്ഥാനത്ത് എത്തുമെന്നൊക്കെയാണ്. അങ്ങനെ വന്നാൽ നമ്മുടെ ജ്വല്ലറി ഒന്നുകൂടെ തകർച്ചയിലേക്ക് പോകും. ഇപ്പോൾ നമ്മുടെ അനിയാണല്ലോ MD സ്ഥാനത്തിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു തകർച്ചയുണ്ടായ അനിക്കും ആ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ എന്താവും മൂർത്തീസ് ജ്വല്ലറിയുടെ അവസ്ഥ എന്നറിയില്ല മോളെ എന്ന് പറയാം. അപ്പോൾ നയന പറയുന്നുണ്ട്, ശരിയാമ്മേ, ഞാനും അറിഞ്ഞു ഇക്കാര്യമൊക്കെ. മാളവിക കളക്ഷനെ കുറിച്ചിട്ട് ഒക്കെയുള്ള വിവരങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയാം. അപ്പോൾ ഉടനെ ദേവയാനി പറയുന്നുണ്ട്, എന്നിട്ട് മോളുടെ തീരുമാനം എന്താ? നമ്മൾ അവർക്കതങ്ങ് വിട്ടുകൊടുക്കാനാണോ? ഈ വിഷുവിൻ്റെ കച്ചവടം മുഴുവൻ ജ്വല്ലറിക്ക് കിട്ടട്ടെ എന്നാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ലമ്മേ, അങ്ങനെ ഒരു തീരുമാനമൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോളെ, നീ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കണം. ആദർശ് ഇപ്പം കമ്പനികളുടെ ചുമതലയിൽ നിന്ന് പുറത്തിറങ്ങിയതോടുകൂടി നീയും ഓഫീസിലേക്കൊന്നും പോകാറില്ല. കാര്യം നീ ഇപ്പം പ്രഗ്നൻ്റ് ആണ്. എന്നാലും ഈ അവസ്ഥയിലും മോള് ഇങ്ങനൊരു സഹായം മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറി തകർന്നു പോകും. അപ്പം നയന പറയാം, അമ്മ എന്താ പറഞ്ഞു വരുന്നത്? മോളെ, അവർ വിഷുവിന് മാളവിക കളക്ഷൻസ് ഇറക്കുന്ന പോലെ നമ്മുടെ നയന കളക്ഷൻസിലും വിഷു സ്പെഷ്യൽ കുറേ കളക്ഷനുകൾ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈനുകളൊക്കെ മോള് തന്നെ ചെയ്യണം. എല്ലാവരും മോള് മുന്നിൽ നിന്ന് തന്നെ ചെയ്യണം എന്ന് പറയാണ്. ഈ അവസ്ഥയിൽ മോളോട് ഇത് പറയുന്നത് മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ജ്വല്ലറിയെ രക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയല്ലേ എന്ന് ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, ശരിയാമേ, ഞാനും ആദർശേട്ടനും അതിനെക്കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. ആദർശേട്ടൻ കമ്പനികളുടെ ചുമതലയിൽ നിന്ന് മാറിയത് കൊണ്ട് മാത്രമല്ല ഞാൻ കമ്പനികളിലേക്കൊന്നും പോകാത്തത്. പിന്നെ ഇങ്ങനെ ഒരവസ്ഥയിൽ നമ്മുടെ സാഹചര്യങ്ങൾ അമ്മയ്ക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് മാറി നിന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേവയാനി പറയാം, മോളെ, നീ അങ്ങനെ മാറി നിൽക്കരുത്. നീ ഇപ്രാവശ്യം കുറേ ഡിസൈനുകൾ ചെയ്യണം. നമ്മുടെ ജ്വല്ലറിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ശരിയാമ്മേ, ഞാനും അത് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മാളവിക കളക്ഷനെക്കുറിച്ച് ഓർത്തിട്ട് അമ്മയോ അവിടെയുള്ളവരോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അതൊന്നും അത്ര വലിയ നിലയിലൊന്നും എത്താൻ പോകുന്നില്ല. നമ്മുടെ നയനാസ് കളക്ഷനെ പൊട്ടിക്കാനൊന്നും അതായിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ദേവയാനിക്ക് സന്തോഷമാവുകയാണ്. ദേവയാനി ഫോണൊക്കെ കട്ട് ചെയ്യാം. അത് കഴിയുമ്പം നയന ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, അമ്മയായിരുന്നു വിളിച്ചതെന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുക, അല്ല എന്താ? അല്ല, അവിടെ അപ്പച്ചി ഈ മാളവിക കളക്ഷനെ കുറിച്ച് വാദോരത സംസാരിക്കുകയും പുകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മൂർത്തീസ് ജ്വല്ലറി തകർന്നു പോയിന്നും മൂർത്തീസ് ജ്വല്ലറിയിലെ നയനാസ് കളക്ഷൻ ഇല്ലാതായെന്നും ഒക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും ആദർശ് പറയാണ്, അപ്പച്ചിയുടെ ആഗ്രഹം അതായിരിക്കുമല്ലോ. നവ്യ ഇപ്പം ജ്വല്ലറിയിലെ സ്റ്റാഫല്ലേ, അവിടുത്തെ മോഡലല്ലേ, അവിടുത്തെ ചോറല്ലേ അപ്പച്ചിയും അബിയും ഒക്കെ കഴിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ നയന പറയാം, ഒരിക്കലും നയനാസ് കളക്ഷൻ ഇല്ലാതാവരുതെന്ന് ആദർശേട്ടാ എൻ്റെയും ആഗ്രഹം എന്ന് പറയണം.
അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ശരിയാ, നൈനാസ് കളക്ഷൻസ് നിൻ്റെ പ്രയത്നം കൊണ്ട് മാത്രം വളർത്തിയെടുത്തതാണ്, അതില്ലാതാവരുത്. അതുമാത്രമല്ല, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ ഈ വിഷുവിനും കച്ചവടം മോശമാകാൻ പാടില്ല. കഴിഞ്ഞ വിഷുവിന് നൈനാസ് കളക്ഷൻസ് വച്ചാണ് നമ്മൾ കോടികളുടെ ബിസിനസ് നേടിയത്. ഈ പ്രാവശ്യം അത് മുഴുവൻ ജ്വല്ലറി കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയാണ്. അപ്പം നൈന പറയാണ്, ശരിയാണ്, ഞാൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഡിസൈനുകൾ ചെയ്യാം. നൈനാസ് കളക്ഷനിലേക്ക് പുതിയ കുറേ ഡിസൈനുകൾ ചെയ്യാനും ഞാൻ ജോലിയിലേക്ക് കയറാനും ഒക്കെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അപ്പം നീ എന്നും ഓഫീസിലേക്ക് പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നൈന പറയാം, എന്നും ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലിരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, ആ രീതിയിൽ ചെയ്യാം. അമ്മയുടെയും എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെയാണ്. ഇനി ഒരു തകർച്ച കൂടി ഉണ്ടായാൽ അത് നമ്മളെ കമ്പനിക്ക് താങ്ങാൻ പറ്റില്ല. മാത്രമല്ല, അനി ഇപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു തകർച്ച വന്നാൽ മുത്തശ്ശൻ അവനെ എടുത്ത് വെളിയിൽ കളയും. പിന്നെ നമ്മുടെ കമ്പനിയുടെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് ആദർശനെ അറിയില്ലേന്ന് ചോദിക്കുമ്പം ആദർശ് പറയാണ്, തീർച്ചയായിട്ടും നീ ഡിസൈനുകൾ ചെയ്യണം. കാരണം നൈനാസ് കളക്ഷൻ ഇല്ലാതാവാൻ പാടില്ല, നൈനാസ് കളക്ഷൻ ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ നയന പറയുന്നുണ്ട്, മാളവിക കളക്ഷനും എൻ്റെ കൈ കൊണ്ടല്ലേ പോകുന്നത് ആദർശേട്ടാ. ഇപ്പം നമ്മൾ കുറച്ച് നല്ല ഡിസൈനുകൾ ചെയ്ത് മാളവികയെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അത് വെച്ചിട്ട് അവർ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുക, തീർച്ചയായിട്ടും, അല്ലാതെ നീ മാളവിക കളക്ഷൻസിലേക്ക് നല്ല കളക്ഷനൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് പറയാം. അപ്പോൾ നയന് പറയുന്നുണ്ട്, മാളവിക അവിടെ ഒന്ന് കയറി പറ്റണമെന്നേ നമുക്കുണ്ടായിരുന്നുള്ളൂ, അത് നമ്മൾ സാധിച്ചെടുത്തു. ഇനിയിപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് തന്നെ കാണാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവരും അത് തീരുമാനിക്കുകയാണ്. അതിനൊക്കെ ശേഷം കാണിക്കുന്നത് നമ്മുടെ നവീൻ്റെ അമ്മയും മുത്തശ്ശനും കൂടി അനന്തപുരിയിലേക്ക് വരികയാണ് കേട്ടോ. നവീനായിട്ട് അവന്തികയെ വിവാഹം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. സമയമാണെങ്കിൽ നമ്മുടെ അനി ആകെ മൊത്തം വിഷമിച്ചിരിക്കുന്ന സമയമാണ്. കാരണം നന്ദുവുമായിട്ടുള്ള ആ ഒരു പ്രശ്നം, നന്ദുവും നവീനും കൂടി കേക്ക് മുറിച്ചത് അനിക്ക് ചെറുതായിട്ടൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നന്ദു വിളിക്കുമ്പോഴൊന്നും അനി ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുകയും നന്ദുവിനോട് സംസാരിക്കാതിരിക്കുകയും ആകെ മൊത്തം ഡിപ്രസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഈ നവീന് വേണ്ടി പെണ്ണാലോചിച്ചുകൊണ്ട് നവീൻ്റെ അമ്മയും മുത്തശ്ശനും കൂടെ അനന്തപുരിയിലെത്തുക. അനന്തപുരിയിൽ അവരെത്തുമ്പോഴേ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവരെ സ്വീകരിക്കുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, ആഹാ, നിങ്ങളിവിടെ എത്തിയോ, എന്താ ഇപ്പം പെട്ടെന്നൊരു വരവ്, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നവീൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏയ്, ഇവിടെ വരാൻ ഞങ്ങൾക്കിപ്പം വിശേഷം എന്തെങ്കിലും വേണോടോ, അങ്ങനെയൊക്കെയാണോ നമ്മുടെ ബന്ധം എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏയ്, അങ്ങനെയൊന്നും അല്ല, നിങ്ങളിപ്പം പെട്ടെന്ന് വന്നപ്പം ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പം നവീൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ വിശേഷമൊന്നും ഇല്ലാതെയല്ല ഞങ്ങൾ വന്നത്, ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് തന്നോടും ഈ മറ്റുള്ളവരോടും ഒക്കെ എന്ന് പറയാണ്. അപ്പം അവന്തിക അങ്ങോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ അവന്തികയെ കാണുമ്പോൾ തന്നെ നവീൻ്റെ അമ്മ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര അഭിമാനത്തോടു കൂടി. അപ്പോൾ അവന്തിക വന്ന് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ കമ്പനികളിലേക്ക് പോവുകയാണ് എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരി മോളെ, നീ പോയിക്കോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നവീൻ്റെ അമ്മ ചോദിക്കുകയാണ്, ഇത് ജലജയുടെ മോളല്ലേ എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയാണ്, അതെ, ജലജയുടെ മോളാണ്. ഇവള് വിദേശത്ത് പഠിക്കുകയായിരുന്നു, പഠനമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ കമ്പനിയിൽ തന്നെ ട്രെയിനി ആയിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും നവീൻ്റെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, ആഹാ, ജലജയുടെ മോളാണല്ലേ, പഠിപ്പൊക്കെ കഴിഞ്ഞ് കുട്ടി ഇത്രയൊക്കെ വലുതായി അല്ലേ എന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങൾ തിരക്കുകയാണ്. അപ്പോൾ നവീൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിക്ക് വിവാഹക്കാരിയൊക്കെ ആയോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയും, ഏയ്, വിവാഹക്കാരിയൊന്നും ആയില്ല, അവൾ സ്വന്തമായിട്ട് ഒരു പ്രൊഫഷനിൽ പിടിച്ച് നിന്നിട്ടേ ഉള്ളൂ വിവാഹം കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെന്ന് പറയാണ്. അപ്പം നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പം അനന്തപുരിയിലെ പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, ആവശ്യത്തിലധികം ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉള്ളതല്ലേ അനന്തപുരിയിൽ, അതിലേതെങ്കിലുമൊക്കെ ഒന്ന് നോക്കിക്കണ്ട് നടത്തിയാൽ പോരെയെന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അല്ല, ജലജ എവിടെയെന്ന് ചോദിക്കുകയാണ് നവീൻ്റെ അമ്മ. അപ്പോഴേക്കും മുത്തശ്ശി വിളിക്കുന്നുണ്ട്, ജലജേ, എടി, നിന്നെ നവീൻ്റെ അമ്മ വിളിക്കുന്നെന്ന് പറയാണ്. അപ്പോൾ ജലജ അങ്ങോട്ട് വരികയാണ്. ആഹാ, നിങ്ങളിവിടെ വന്നായിരുന്നോ, അല്ല എന്നെ എന്താ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നവീൻ്റെ അമ്മ പറയാണ്, അല്ല, ജലജയോടും കൂടിയായിട്ട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്, അല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറയുകയാണേ. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുക, അല്ല, എന്താ ഒരു മുഖപുരിയൊക്കെ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറയുമ്പം
നവീൻ്റെ മുത്തശ്ശൻ പറയാണ്, അതെ ഞങ്ങളുടെ കൊച്ചുമോനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, അഡ്വക്കേറ്റ് നവീനെ കുറിച്ച് അറിയില്ലേന്ന് ചോദിക്കുക. അപ്പം ജലജ പറയുന്നുണ്ട്, പിന്നെ അറിയാലോ, ഇവിടെ കുറേ കേസൊക്കെ നടത്തിയതല്ലേ, ഇവിടെ ആദർശിനെയും നയനെയും ഒക്കെ കേസിൽ രക്ഷിച്ചതല്ലേ. ആ അനാമികയുടെ കയ്യിൽ നിന്ന് നവീനെക്കുറിച്ച് അറിയാം, നവീൻ ഒരു നല്ല വക്കീലാണെന്നുള്ള കാര്യവും അറിയാം, എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അവർ പറയുന്നുണ്ട്, അത് നവീന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പെണ്ണന്വേഷിച്ച് നടക്കുകയാണ്, പക്ഷേ ഒന്നും അങ്ങ് അവന് ഇഷ്ടപ്പെടുന്നില്ല, അവന് പോയി കാണുന്ന പെൺകുട്ടികളോടൊന്നും താല്പര്യമില്ല, പിന്നെ അവന് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെയൊന്നും ഇവക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയാണ്. അപ്പം നവീൻ്റെ അമ്മ പറയാം, എനിക്കങ്ങനെ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളെ മാത്രമേ ഇഷ്ടമുള്ളൂ, ഇപ്പോഴത്തെ രീതിയിൽ ആരെയും ബഹുമാനിക്കാതെ അഹങ്കരിച്ചിങ്ങനെ നടക്കുന്ന പെൺകുട്ടികളെയൊന്നും എനിക്ക് താല്പര്യമില്ല. ജോലിയുള്ള പെൺകുട്ടികളോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെയുണ്ട്, കുടുംബത്തും എന്തെങ്കിലുമൊക്കെ വേണം, നമ്മുടെ കുടുംബവുമായിട്ട് ചേരുന്നത് തന്നെ വേണമല്ലോ എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, അല്ല എന്താ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ പറയാനായിട്ട്, എന്തെങ്കിലും വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അനി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയെ കാണുമ്പോഴേക്കും, അനി ഇവിടെ ഉണ്ടായിരുന്നോ, അനി ഇപ്പോൾ കമ്പനിയുടെ MD സ്ഥാനമൊക്കെ ഏറ്റെടുത്ത് നടത്തുവാണെന്ന് പറഞ്ഞല്ലോ, നല്ല രീതിയിലൊക്കെ അല്ലേ മോനെ പോകുന്നതെന്ന് ചോദിക്കുകയാണ് നവീൻ്റെ മുത്തശ്ശൻ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല മുത്തശ്ശ, നന്നായിട്ട് പോകുന്നുണ്ട്, പിന്നെ ആദർശേട്ടൻ ഇരിക്കുന്ന കസേരയിൽ ഞാനിരുന്ന് കാര്യങ്ങൾ ചെയ്യുമ്പം എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, പിന്നെ എല്ലാം ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും പറയുന്നുണ്ട് നവീൻ്റെ അമ്മ, അല്ല ഞങ്ങൾ പറയാൻ പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോയ കുട്ടിയില്ലേ അവന്തികയുടെ കാര്യമാണ് ഞങ്ങൾ പറയാൻ പോയെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, എന്താ അവന്തികയുടെ കാര്യം നിങ്ങൾ പറയാൻ പോയത്? അല്ല നവീന് വേണ്ടി പെണ്ണന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ, അവന്തികയെ ഒന്ന് ആലോചിച്ചാലോ എന്ന് ഞങ്ങളിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കുറച്ച് ദിവസങ്ങളായി ഞങ്ങളിത് ചിന്തിക്കുന്നു, അന്ന് അവന്തികയെ കണ്ടപ്പോൾ മുതൽ ഞങ്ങളിതിനെക്കുറിച്ച് ആലോചിച്ചതാ. നവീനോട് പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ അവനെ എതിർക്കൊന്നുമില്ല, അവൻ്റെ അമ്മയും മുത്തശ്ശനും പറയുന്നതൊക്കെ തന്നെയാണ് അവന് വേദവാക്യം. അമ്മ കണ്ടുപിടിക്കുന്ന പെണ്ണിനെ തന്നെ വിവാഹം കഴിച്ചോളാം എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവന്തികയുടെ കാര്യം നമുക്കൊന്ന് ആലോചിച്ചാലോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം ജലജയ്ക്ക് എങ്ങനെ സന്തോഷമാവുക. അപ്പം ജലജ ആലോചിക്കുക, ഇതാവാൻ കുഴപ്പമില്ല, അവന്തികയ്ക്ക് പറ്റിയൊരു വിവാഹാലോചനയാണ്, നല്ലൊരു ഫാമിലി, കോടീശ്വരന്മാർ, നല്ലൊരു ക്രിമിനൽ വക്കീൽ, ഇതൊക്കെ കുഴപ്പമില്ലാത്തൊരാലോചനയാണ്, നടക്കുകയാണെങ്കിൽ അനന്തപുരിയുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നതാണല്ലോ എന്ന് ജലജ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ആലോചനയെക്കുറിച്ച് പറയാനാണോ ഇത്രയധികം മുഖപുരിയൊക്കെ എടുത്തത്? അങ്ങനെ ഒരു ആലോചന നടത്തുന്നതിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, അവന്തിക മോൾക്കും അതുപോലെ നവീനും ഇഷ്ടമാണെങ്കിൽ ആ വിവാഹം നമുക്ക് നടത്താം. നമ്മൾ രണ്ട് കുടുംബങ്ങളും ഇന്ന് ആദ്യമൊന്നും പരിചയമുള്ളവരല്ലല്ലോ, വർഷങ്ങളായുള്ള പരിചയമല്ലേ, അതുകൊണ്ട് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്താമെന്ന് പറയാണ് കേട്ടോ. അപ്പം നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, അവനോട് ഞാൻ പറഞ്ഞ അവൻ സമ്മതിക്കും, അവൻ്റെ മനസ്സിൽ മറ്റാരും ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറയുക. അപ്പോൾ ഉടനെ ജലജയും പറയാം, അവന്തിക മോളും ഞങ്ങൾ പറഞ്ഞ് അനുസരിക്കുകയൊക്കെ ചെയ്യും, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളോട് ചോദിച്ചിട്ട് ആലോചിക്കാം എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ അനി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അനിക്ക് തോന്നുവാണ്, കൊള്ളാവല്ലോ, നവീന് വേണ്ടിയിട്ട് അവന്തികയെ ആലോചിക്കുന്നു. അപ്പോൾ എനിക്കൊക്കെ മനസ്സിലൊരു സന്തോഷമൊക്കെ ആവുകയാണ്, കാരണം നവീൻ അവന്തികയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നന്ദുവിൻ്റെ തലയിൽ നിന്ന് അങ്ങ് പോയിക്കോളൂല്ലോ എന്ന്. പിന്നെയും അനി ചിന്തിക്കുകയാണ്, ഈ വിവാഹം നടക്കാൻ സാധ്യതയുണ്ടോ, നവീൻ്റെ മനസ്സിൽ ആരുമില്ലെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നവീൻ എന്നോട് പറഞ്ഞിരുന്നു നന്ദുവാണ് അവൻ്റെ മനസ്സിലുള്ളതെന്ന്. ഇനി നന്ദു അവൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അവന്തികയുമായിട്ടുള്ള വിവാഹത്തിന് അവൻ എതിർക്കുമോ, അതോ ഇവരെല്ലാവരും കൂടെ അവന്തികയെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കുമോ? എന്തായാലും നന്ദുവിൻ്റെ എൻ്റെ ജീവിതത്തിൽ നിന്ന് നവീൻ അങ്ങ് ഇല്ലാതായാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ച് കുറച്ചൊരു സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോവാണ് കേട്ടോ നമ്മുടെ അനി. അതിനുശേഷം കാണിക്കുന്നത് നയനയും ആദർശും അതുപോലെ തന്നെ നമ്മുടെ മാളവികയും കൂടി സംസാരിക്കുകയാണ്. മാളവികയെ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ കമ്പനിയിലെ ചെന്നതിൽ പിന്നെ അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്, എന്തായാലും ആ ഡേവിഡിന് പിന്നിൽ മറ്റാരും ഉണ്ട്, ഏതോ ഒരു ആളുടെ ബിനാമിയാണ് ഈ ഡേവിഡ്, അല്ലാതെ സ്വർണ്ണ ബിസിനസ്സിനെ കുറിച്ചിട്ടോ സ്വർണ്ണത്തിൻ്റെ ഡിസൈനെ കുറിച്ചിട്ടോ ഒന്നും വലിയ ഗ്രാഹ്യമുള്ള ആളൊന്നും അല്ല ഈ ഡേവിഡ്, എല്ലാം മറ്റാരോടോ ചോദിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത കിട്ടാനും AM ജ്വല്ലറിയുടെ പോക്ക് എങ്ങോട്ടാണെന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് മാളവികയെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് പറയുക. മാളവിക പറയുന്നുണ്ട്, അക്കാര്യത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടുകയാണെങ്കിൽ അതിവിടെ കൊണ്ട് അറിയിക്കാമെന്ന് പറയാം. അപ്പം നയനെ ചോദിക്കുക, ജോലിയുടെ കാര്യത്തിൽ മാളവികയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. മാളവിക പറയുന്നുണ്ട്, അല്ല ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് ഞാൻ അവിടെ ഒന്നും ചെയ്തില്ലല്ലോ മേഡം ചെയ്തു തന്ന ഡിസൈനുകൾ അവിടെ കാണിച്ചു, അത് ചെയ്തു, അത്രമാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുക.
അപ്പം നയന പറയാ, മാളവിക അറിഞ്ഞില്ലേ, വിഷുവിന് പുതിയ കളക്ഷൻസ് ഇറക്കുന്നുണ്ട് ജ്വല്ലറി, മാളവിക കളക്ഷൻസ് എന്ന പേരിൽ. അതിൻ്റെ പരസ്യവും വന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, അതെ ഞാനും കണ്ടു, മാളവിക കളക്ഷൻസ് എന്ന പേരിൽ പുതിയ ഡിസൈനുകൾ വിഷുവിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഇറക്കുന്നു എന്നുള്ള കാര്യം പരസ്യം ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇനി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ, മാളവികയ്ക്ക് നല്ലൊരു പണിയും ഉണ്ടാവുമല്ലോ എന്ന് പറയുക. മാളവിക പറയുന്നുണ്ട്, അവിടെ ജോലിക്ക് കയറിക്കൂടാൻ വേണ്ടിയിട്ടല്ലേ മേഡം സഹായിച്ചതും ഇത്രയും നല്ല ഡിസൈനുകൾ എനിക്ക് വരച്ചു തന്നതും. ഇനിയിപ്പം ഞാനല്ലേ അവിടെ ഡിസൈൻ ചെയ്യുന്നത്, ഞാൻ തീരുമാനിച്ചോളാം ഏത് തരം ഡിസൈൻസ് വരണം ഈ മാളവികാസ് കളക്ഷനിൽ എന്നുള്ള കാര്യം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മാളവിക കളക്ഷൻസ് അവിടെ വരുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാനും നയനാസ് കളക്ഷനെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ്, പക്ഷേ ഞങ്ങൾ അതിനെതിരെ കളിക്കും എന്ന് പറയാണ്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, തീർച്ചയായിട്ടും മേഡം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. മേളം മൂർത്തീസ് ജ്വല്ലറിയിൽ പോവുകയും അവിടെ നയനാസ് കളക്ഷനിൽ വിഷു സ്പെഷ്യൽ കളക്ഷൻസ് ചെയ്യുകയും ചെയ്യണം. മേഡം ഡിസൈൻ ചെയ്യുന്ന നല്ല നല്ല കളക്ഷൻസ് മൂർത്തി ജ്വല്ലറിയിൽ വരണം. ജ്വല്ലറിയിലെ കാര്യം ഞാൻ ഏറ്റിട്ടുണ്ട്, ഞാനല്ലേ അവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഒരിക്കലും നയനാസ് കളക്ഷനും മുകളിലുള്ള ഡിസൈനുകൾ അവിടെ വരില്ല. ഏറ്റവും മോശമായ ഡിസൈനുകളായിരിക്കും ഞാൻ ചെയ്യുന്നത്. അവർ കണ്ട് മനസ്സിലാക്കട്ടെ, വിഷുവിൻ്റെ അവരുടെ കളക്ഷൻസ് എല്ലാം ചിലവാകാതെ വരികയുള്ളൂ. മൂർത്തീസ് ജ്വല്ലറിയിൽ മേഡം വർക്ക് ചെയ്യണമെന്ന് പറയുക. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാനത് തീരുമാനിച്ച കാര്യമാണ്. ഏതായാലും നയനാസ് കളക്ഷൻസ് ഇല്ലാതാവാൻ ഞാൻ നോക്കില്ല. അതുകൊണ്ട് തന്നെ മൂർത്തീസ് ജ്വല്ലറിയിൽ പോയി നയനാസ് കളക്ഷൻസിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുമെന്ന് നയന പറയാണ്. അപ്പം മാളവിക പറയുന്നുണ്ട്, മേഡം നമുക്ക് ആ ജ്വല്ലറിക്കാർക്ക് ആ ഡേവിഡിനൊക്കെ ഒരു 8ൻ്റെ പണി തന്നെ കൊടുക്കണം. വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് മാളവിക കളക്ഷൻസ് വിടുന്നുണ്ടെങ്കിലും അതിൽ വരാൻ പോകുന്ന ഡിസൈനുകളൊക്കെ ഞാൻ വിചാരിക്കുന്നതായിരിക്കും ഏറ്റവും മോശമായ പഴയ മോഡലുകളൊക്കെ ആയിരിക്കും ഞാൻ ചെയ്തു കൊടുക്കുക. അവർക്ക് അങ്ങനെ വലിയൊരു നഷ്ടം തന്നെ മാളവിക കളക്ഷൻസിൽ കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുമെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വളരെ സൂക്ഷിച്ചു വേണം മാളവികയെ, കാരണം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. ജ്വല്ലറിയുടെ ചരിത്രവും അവരുടെ നീക്കങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാളവിക അവിടെ കയറിക്കൂടിയത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണമെന്ന് പറയുമ്പോൾ മാളവിക പറയാണ്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുള്ളൂ. വിഷു കളക്ഷൻസിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് വിഷുവിനൊക്കെ ശേഷമാണല്ലോ. അപ്പോഴേക്കും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തിയിരിക്കും, അവരാകപ്പാട് തകർന്നടിഞ്ഞിരിക്കും എന്ന് പറയാണ്. അങ്ങനെ നയനയാണെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് പോവാണ് കേട്ടോ. അതായത് മാളവികയും നയനയും ഒത്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏറ്റവും മോശമായ ഡിസൈനുകൾ ജ്വല്ലറിയിലെ മാളവിക കളക്ഷൻസ് വേണ്ടി അവർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കളക്ഷൻസ് നയനാസ് കളക്ഷൻസിന് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ വിഷു ഒക്കെ എത്തുകയാണ് ചെയ്യുന്നത്. നയനയാണെങ്കിൽ രാവും പകലും ഇല്ലാതെ മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കളക്ഷനുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നവ്യയാണെങ്കിൽ ജ്വല്ലറിയുടെ മോഡലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല കളക്ഷൻസ് എല്ലാം വിഷുവിന് മൂർത്തീസ് ജ്വല്ലറിയിൽ വരികയും വളരെ മോശം കളക്ഷൻസ് എല്ലാം മാളവികാസ് കളക്ഷൻസിൽ വരികയും ചെയ്യുകയാണ്. അങ്ങനെ സെയിലൊക്കെ നടന്നു കഴിയുമ്പോഴേക്കും വിഷുവിനും നല്ല രീതിയിൽ തന്നെ മൂർത്തീസ് ജ്വല്ലറിയിൽ കച്ചവടം നടക്കുകയാണ്. മൂർത്തീസ് ജ്വല്ലറിയുടെ നയനാസ് കളക്ഷൻസിൻ്റെ പ്രിയമേറുകയാണ്. ഒരുപാട് സെയിൽ, കോടികളുടെ സെയിൽ അവർക്ക് നടക്കുകയാണ്. എന്നാൽ വളരെ ഹൈപ്പോട് കൂടി നമ്മുടെ നാഗേന്ദ്രയും അവന്തികയും ഒക്കെ ചിന്തിച്ച് വച്ചിരുന്ന ആ ഒരു മാളവികാസ് കളക്ഷനിലേക്ക് ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കാരണം ആദ്യത്തെ കുറച്ച് ഡിസൈനുകൾ മാത്രം മാളവികയുടെ വളരെ നല്ലതായിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന ഡിസൈനുകളെല്ലാം വളരെ മോശമായിരുന്നു. ഒരുപാട് പണം ഈ മാളവികാസ് കളക്ഷൻസിന് വേണ്ടിയിട്ട് ജ്വല്ലറിക്കാർ ഇറക്കിയെങ്കിലും കൊണ്ടുവന്ന ഡിസൈനുകൾ ആർക്കും വേണ്ടാത്തതായിരുന്നു. അങ്ങനെ വളരെ ഒരു വലിയ നഷ്ടം തന്നെ ജ്വല്ലറിക്ക് ഉണ്ടാകുകയാണ്. അപ്പോഴേക്കും മാളവിക വന്നിട്ട് പറയുന്നുണ്ട് നയനയോട്, കണ്ടില്ലേ, ജ്വല്ലറിക്ക് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. വളരെ മോശം ഡിസൈനുകളാണ് അവർക്ക് ചെയ്തു കൊടുത്തത്. അതുവഴി അവർക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, നമ്മുടെ നയനാസ് കളക്ഷൻ ഇപ്രാവശ്യവും അടിച്ചു പൊളിച്ചു എന്ന് പറയുക. അതേസമയം നമ്മുടെ നാഗേന്ദ്രയും അവന്തികയും ഒക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, നമ്മൾ വളരെ ഹൈപ്പ് കൊടുത്ത് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ മാളവികാസ് കളക്ഷൻസ് കൊണ്ടുവന്നത്. പക്ഷേ ഈ വിഷുവിനും സെയിലൊന്നും നടന്നില്ല. ഇപ്രാവശ്യവും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മൂർത്തീസ് ജ്വല്ലറി തന്നെയാണ്. നയനാസ് കളക്ഷനെ വെല്ലുവിളിക്കാനൊന്നും നമ്മുടെ മാളവിക കളക്ഷൻസിനായില്ല എന്ന് പറയാം. അപ്പോൾ തന്നെ ഡേവിഡ് പറയുന്നുണ്ട്, അന്നേ ഞാൻ പറഞ്ഞതാ ആ മാളവികയുടെ ഡിസൈനുകൾ അത്ര നല്ലതൊന്നുമല്ലെന്ന്. നമ്മൾ നോക്കിയിട്ടൊക്കെ തന്നെയല്ലേ എടുത്തത്. അപ്പോഴല്ലേ സാറും മേഡവും കൂടി പറഞ്ഞത് വളരെ നല്ല ഡിസൈനുകളാണ്, നയനാസ് കളക്ഷനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന പോലത്തെ ഡിസൈനുകളാണെന്നും അതുകൊണ്ട് ആ കുട്ടി അവിടെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നും. അപ്പോൾ ഉടനെ തന്നെ നാഗേന്ദ്രയും മാളവികയും അവന്തികയും പറയാണ്, ശരിയാണ്, അന്ന് മാളവിക ചെയ്ത കളക്ഷനുകളൊക്കെ എന്ത് ഭംഗിയായിരുന്നു. നയനാസ് കളക്ഷനെ കൂടി കടത്തി വെട്ടുന്ന രീതിയിലുള്ള കളക്ഷനുകളായിരുന്നു മാളവിക ചെയ്തത്.
അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവളെ അപ്പോയിൻറ്റ് ചെയ്തത്. സ്വർണത്തെക്കുറിച്ചും അതിൻ്റെ ഡിസൈനുകളെക്കുറിച്ചും ഞങ്ങൾക്കൊക്കെ കുറച്ച് കാര്യം അറിയാമല്ലോ ഡേവിഡേ, അതുകൊണ്ടാണ്. പക്ഷേ ഈ ഡിസൈനുകൾ മാളവിക കളക്ഷനിൽ പിന്നീട് വന്നതെല്ലാം വളരെ മോശമായിട്ടാണ് തോന്നിയത്. മനഃപൂർവ്വം മാളവിക അങ്ങനെ ചെയ്യാനൊന്നും സാധ്യതയില്ല. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. താൻ മാളവികയെ വിളിച്ച് സംസാരിക്കണം, ഇതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന്. അങ്ങനെ ഡേവിഡ് മാളവികയെ വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ മാക്സിമം ശ്രമിച്ചു. നല്ല നല്ല ഡിസൈനുകൾ തന്നെയാണ് നമ്മൾ മാളവിക കളക്ഷനിലും കൊണ്ടുവന്നത്. ഞാൻ ഒരിക്കലും മോശമായ കാര്യം ചെയ്യുമോ? എൻ്റെ പേര് തന്നെ അറിയപ്പെടുന്ന ഒരു ഡിസൈനല്ലേ, അത് ഉയർത്തിക്കൊണ്ടുവരാനല്ലേ ഞാൻ ശ്രമിക്കുകയുള്ളൂ. അതുവഴി എനിക്ക് കൂടുതൽ സമ്പാദിക്കാൻ പറ്റില്ലേ? പിന്നെ ഞാൻ മോശം കൊണ്ടുവരുമോ? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് നല്ല ഡിസൈനുകൾ തന്നെയാണ് ചെയ്തത്. പക്ഷേ അവിടെ മൂർത്തീസ് ജ്വല്ലറിയിൽ നയന ചെയ്യുന്ന ഡിസൈനിൻ്റെ അത്രയൊന്നും എത്താൻ പറ്റില്ലെന്ന് ആദ്യം തന്നെ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ. നയനയുടെ ഡിസൈനുകളൊക്കെ ലോകോത്തര നിലവാരമുള്ളതാ. നയന അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ കച്ചവടം ഉണ്ടായത്. സാർ എന്നോട് ക്ഷമിക്കണം, പക്ഷേ ഇനി ഇതിലും നല്ല ഡിസൈനുകൾ ഞാൻ ചെയ്തോളാം എന്നൊക്കെ മാളവിക ഡേവിഡിനോട് സമ്മതിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ നാഗേന്ദ്രനും അവന്തികയ്ക്കും ഒക്കെ കോടികളുടെ നഷ്ടമാണ് കേട്ടോ നമ്മുടെ നയനയും അതുപോലെ മാളവികയും ചേർന്ന് ഒപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്